ഭരണത്തിന്റെ തണലിൽ നയതന്ത്ര ബാഗേജ് വഴിയും ഖുർആന്റെയും ഈന്തപ്പഴത്തിന്റെയും മറവിൽ കഴിഞ്ഞ 8 വർഷമായി സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയവരും അതിൽ ഒരു വിഹിതം മുക്കിയവരും തമ്മിലുള്ള തർക്കമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. ചീഞ്ഞു നാറിയ ആരോപണ പ്രത്യാരോപണങ്ങൾ മൂലം സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുകയാണെന്നും സജി പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന ഇത്തരം പരാതികളും തർക്കങ്ങളെയും സംബന്ധിച്ച് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് അന്വേഷിച്ച് സത്യം പുറത്തു കൊണ്ടുവന്ന് കേരളത്തിന്റെ മാനം രക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സജി ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് കോട്ടയം ജില്ലാ നേതൃയോഗം ഏറ്റുമാനൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹൻദാസ് അമ്പലാറ്റിൽ, ജില്ലാ ഭാരവാഹികളായ ഷാജിമോൻ പാറപ്പുറത്ത്, ജേസൺ മാത്യു മേലിൽ, ബിജു കണിയാമല, സന്തോഷ് വള്ളോങ്കുഴി, ജി ജഗദീഷ്, ഷാജി തെള്ളകം, ബിപിൻ സൂര്യനാടൻ, ലിബിൻ കെ ജോസ്, ലിബിൻ കെ എസ്, സോജ പുളിന്താനത്ത്, ജിത്തു സുരേന്ദ്രൻ, സുരേഷ് തിരുവഞ്ചൂർ, ബിജു തോട്ടത്തിൽ, വൈശാഖ സുരേന്ദ്രൻ, പി എസ് വിനായകൻ, ബൈജു മാടപ്പാട്, ശശിധരൻ ചെറുവാണ്ടൂർ, പ്രകാശ് മണി, ശ്രീലക്ഷ്മി എസ് ജെ, അഖിൽ ഇല്ലിക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. കലുഷിതമായ എന്ന് പറഞ്ഞാൽ കേരള രാഷ്ട്രീയം ഇത്രയേറെ അല്ലെങ്കിൽ കേരളം തന്നെ ഇത്രയേറെ നാണം കെട്ട് തല കുനിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാം. ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് മുതൽ തുടങ്ങിയ സ്വർണ്ണക്കടത്താണ്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണ്ണം കടത്തി, ഖുർആന്റെ മറവില്, അതോടൊപ്പം തന്നെ ഈന്തപ്പഴത്തിന്റെ മറവിലൊക്കെ സ്വർണ്ണം കടത്തിയത് നിരവധിയായ ആക്ഷേപങ്ങൾ ഈ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായി. അതൊക്കെ സത്യം തന്നെയാണ്. നിരക്ഷരത്തിൽ കടത്തിയ ആളുകൾ, എനിക്കൊന്ന് സ്വർണ്ണം കടത്തിയ ആളുകളും അത് മുക്കിയ ആളുകളും തമ്മിലുള്ള ശീതസമരമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ജലീലും നമ്മുടെ അൻവറും ചേർന്നാണ് ഈ സ്വർണ്ണം കടത്ത് നേതൃത്വം കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അവര് കടത്തിയ സ്വർണം ADG ഉൾപ്പെടെയുള്ള ആളുകൾ, ശശി ഉൾപ്പെടെ ആളുകൾ അതിനകത്ത് കുറെ എടുത്ത് അടിച്ചു മാറ്റി എന്നതാണ് യഥാർത്ഥ സത്യമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അപ്പൊ സത്യത്തിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ കടത്തുകാരും അല്ലെങ്കിൽ ഇത് സ്വർണ്ണം കടത്തിയവരും ഇത് മുഖ്യവരും തമ്മിലുള്ള ശീതസമരം നടക്കുന്നത് മുഖ്യമന്ത്രിക്ക് വരെ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ആ നിലയിലാണല്ലോ അൻവർ എന്നും പറഞ്ഞിരിക്കുന്നത്. ഇത് വലിയ കൊടിയ അഴിമതി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്, ഇത് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മുടെ എന്താ പറയുക, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളം നമ്മളിന്ന് നാണം കെട്ട് തലകുനിച്ച് നിൽക്കുന്ന ഗതികളുണ്ട്. നമ്മുടെ കേന്ദ്ര ഏജൻസി അന്വേഷണം ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിന് നിജസ്ഥിതി വെളിച്ചത്ത് കൊണ്ടുവന്ന് അല്ലെങ്കിൽ കേരളത്തിന്റെ നാണക്കേട് ഒഴിവാക്കണമെന്നാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇത് നമുക്ക് ആകെ വലിയ ശാപമായി മാറിയിരിക്കുന്നു. അഴിമതി മാത്രമല്ല, വിലക്കയറ്റം. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഈ ചർച്ചകൾ കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ചാനൽ നടന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇവിടെ വിലക്കയറ്റം ചർച്ച ചെയ്യപ്പെടുന്നില്ല, കാർഷിക വിളകളുടെ വില തകർച്ച ചർച്ച ചെയ്യപ്പെടുന്നില്ല, കേരളത്തിലെ സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയവും ചർച്ച ചെയ്യപ്പെടുന്നില്ല. എല്ലാം ഇതിനകത്ത് മൂടിയിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് നമുക്ക് ആവശ്യം ഇവിടെ സ്വർണ്ണക്കടത്ത് അന്വേഷണം നടക്കട്ടെ. പക്ഷേ ഇവിടുത്തെ ജനകീയ വിഷയങ്ങൾ അത് നമുക്ക് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ മെഡിക്കൽ കോളേജ് ആശുപത്രി, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ജനകീയ അല്ലെങ്കിൽ ശോചനീയാവസ്ഥ നമ്മൾക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഏറ്റുമാനൂർ നിയമനം കമ്മിറ്റി അടുത്ത ദിവസം 28-ാം തീയതി സമരം നടത്താൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ ചെലുത്താം. ഈ നാണം കെട്ട ഈ ഗവൺമെന്റ് ഈ നാണം കെട്ട ഈ പരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളൂ. പ്രിയമുള്ളവരെ, ഏതായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ എവരുടെയും വലിയ അഭിപ്രായങ്ങൾ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. നന്ദി.